നിമിഷം സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇത്രയധികം ഗൗരവമായ ഗുരുതരമാർന്ന ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴും അതിജീവിത തന്നെ നേരിട്ടെത്തി പരാതി നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിർബാധം പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോഴിതാ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ചെറുപ്പക്കാർ വളരുന്നതിൽ CPM-ന് വലിയ ഭയമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നത് എന്നാണ് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചവിട്ടി അരച്ച് കുലമെടുക്കുകയാണ് ലക്ഷ്യം. രാഹുലിനെതിരെയുള്ളത് വ്യാജ ലൈംഗിക ആരോപണമാണെന്നും ലേഖനത്തിൽ പറയുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുലിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് ഈ മുഖപ്രസംഗം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇങ്ങനെയൊരു മുഖപ്രസംഗം, വിശേഷിച്ച് മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ കൃത്യമായ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിലാണ് വീക്ഷണത്തിന് ഇങ്ങനെ എഴുതാൻ തോന്നുന്നത്? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബലാത്സംഗ കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രം. CPM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മുഖപത്രമായ വീക്ഷണം പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും ഒപ്പം തന്നെ BJP-യും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചായിരുന്നു രാഹുൽ ജയിച്ചു വന്നത് എന്നുള്ളതാണ് വീക്ഷണം പറയുന്നത്. ഇതിലുള്ള അസൂയയും ഒക്കെയാണ് CPM-ന് രാഹുലിനോട് ഉള്ളതെന്നുള്ളൊരു വിമർശനം കൂടി അവർ പറയുന്നുണ്ട്. രാഹുലിനെ ന്യായീകരിച്ചാണ് മുഖപത്രത്തിൽ ലേഖനമുള്ളത് എങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രാഹുലിനെ പല ഘട്ടത്തിലും തള്ളിപ്പറയുന്നുണ്ട്. ആ തള്ളിപ്പറച്ചിലുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മുഖപത്രം ഇപ്പോൾ പിന്തുണയുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM-ന് ഭീതി പടർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയമായി സർഗാത്മകമായും പ്രജ്ഞാശേഷിയുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് CPM-നെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്നുമാണ് പറയുന്നത്. അത്തരത്തിൽ CPM അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഈ ഒരു മുഖപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപവാദങ്ങളിൽ പതരാതെയും വ്യക്തിഹത്യകളിൽ തളരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് രാഹുലിനുള്ള മുഖപത്രത്തിന്റെ വീക്ഷണത്തിന്റെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു സന്ദേശം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ഘട്ടങ്ങളിൽ നിന്ന് വിമർശനം രാഹുലിനെതിരെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കന്മാർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് രാഹുലിനെ വെള്ളപൂശിക്കൊണ്ട് രാഹുൽ ചെയ്തതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമായി വിശദീകരണവുമായി വീക്ഷണം പത്രം തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്നത്. അല്പസമയം മുമ്പ് K. മുരളീധരൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹവും പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള തെറ്റുകളും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ അടഞ്ഞ അധ്യായമാണ്, അതായത് ഈ പീഡന പരാതി എന്ന് പറയുന്ന വിഷയം അടഞ്ഞ അധ്യായമാണ് എന്നുള്ളതാണ് K. മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത്. CPM കളിക്കുന്ന ഒരു നാടകമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളൊരു വിമർശനം കൂടിയാണ് K. മുരളീധരനും ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കും എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണവും ഒപ്പം തന്നെ തന്നെയാണ് ഇപ്പോൾ വീക്ഷണ പത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഒളിവിൽ നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും വെള്ളപൂശി അനുകൂലിച്ചുകൊണ്ട് വീക്ഷണ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ശ്യാമ, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.